Hello everyone, welcome to ChemForce. January 16th നടക്കാനിരിക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ലാബ് അസിസ്റ്റന്റ് ആർക്കിയോളജി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ മോഡൽ എക്സാം ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി മൊഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. 15 മൊഡ്യൂളിൻ്റെയും ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 15 മൊഡ്യൂൾസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് നിങ്ങൾക്ക് വീക്ക് ആണെങ്കിൽ ആ മൊഡ്യൂളിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചതിൽ എന്തെങ്കിലും ഡ്രോബാക്സ് അല്ലെങ്കിൽ കൂടുതൽ ഇനിയും പഠിക്കാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് പോവാം. ആൻഡ് നമ്മുടെ ഈ മോഡൽ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പുതിയ PSC പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ മൊഡ്യൂളിലും സിലബസിൻ്റെ എല്ലാ മൊഡ്യൂൾസും ഓൾ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള എക്സാമിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 100 ആണ്. ടൈം 1 hour 30 minutes ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ടൈമർ യൂസ് ചെയ്ത് എക്സാം എഴുതുന്ന അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എക്സാം എഴുതുന്ന എല്ലാവരും തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ടൈമാണ്. ടൈം വളരെ കുറവാണ്. എക്സാമിന് നമുക്ക് 1 hour 30 minutes മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ 100 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ആൻഡ് ഈ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. എക്സാം എഴുതുന്ന സമയത്ത് ആദ്യം അറിയുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാം. എക്സാം എഴുതുന്ന സമയത്ത് ആദ്യം ഈസി ആയിട്ടുള്ള പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റീഡിങ്ങിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻഡ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം ബട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് റൗണ്ട് ഇട്ട് വെക്കുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് തേർഡ് റൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അറിയാത്ത ക്വസ്റ്റ്യൻസ് കുറച്ച് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ ഫോർമുലാസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഇക്വേഷൻസ്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യാം. ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, റിയാക്ഷൻസ് മാത്രം ഒന്ന് ഫൈനലി റിവൈസ് ചെയ്യുക. ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ ഫോർമുലാസ് റിവൈസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലി നോക്കുക. ദെൻ സ്പീഡ്, ടൈം കുറവായത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡ് ചെയ്യാൻ നോക്കണം. പക്ഷെ സ്പീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സില്ലി മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒരു 2 തവണ വായിക്കുക, പെട്ടെന്ന് വായിക്കുക. എല്ലാ ഓപ്ഷൻസിലും കൂടിയും കടന്നു പോകണം. ഓപ്ഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും കൂടി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് അറിയാത്തത് പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്, അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക. അതായത് നിങ്ങൾ ആക്യുറസിക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ദെൻ ഫൈനലി നിങ്ങൾ ഹാൾ ടിക്കറ്റ് ഒക്കെ പ്രിൻ്റ് എടുത്ത് വെക്കണം. ഹാൾ ടിക്കറ്റും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ID കാർഡും നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ എക്സാമിൻ്റെ ടൈം അതിൽ പറഞ്ഞിരിക്കുന്ന ടൈമിന് തന്നെ എത്തുക. അതായത് നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈം എന്താണോ ആ ടൈമിൽ തന്നെ എത്തുക, വൈകി വരാണ്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു സോ മച്ച്.